ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 51-ാം വാക്യം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. വചനമായ ഈശോയെ എന്നും ജീവിതത്തിൽ ധ്യാനിക്കേണ്ടതിൻ്റെ, വചനമായ ഈശോ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ ഈ വചനം എടുത്തു കാണിക്കുന്നു. ഈശോ പറയുന്നു, എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. സാധാരണ നമ്മൾ പറയാറുണ്ട്, വാക്ക് പറഞ്ഞാൽ പാലിക്കണം. മനുഷ്യരുടേതാണ് വാക്ക്, ദൈവത്തിൻ്റേത് വചനമാണ്. വാക്കിൻ്റെ കൂടെ, മാനുഷിക ചിന്തയുടെ കൂടെ ദൈവിക ജീവനും കൂടി ചേരുന്നതാണ് വചനം. ഈശോയുടേത് വചനമായിരുന്നു. പൂർണ്ണ മനുഷ്യനായിരുന്ന ഈശോയുടെ വാക്കുകളിൽ പൂർണ്ണ ദൈവമായ ഈശോയുടെ ആ വചനങ്ങൾ കൂടി, ആത്മീയ സത്ത കൂടി ചേർന്നപ്പോൾ അത് വെറും മനുഷ്യൻ്റെ വാക്കുകളല്ലാതെ വചനമായി മാറി. അതുകൊണ്ടാണത് രോഗങ്ങൾ സുഖപ്പെടുത്തിയത്, പാപങ്ങൾ മോചിച്ചത്, ജീവൻ തിരിച്ചു കൊടുത്തത്, ഹൃദയങ്ങൾ മാനസാന്തരപ്പെടുത്തിയത്. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയും ദൈവചിന്തയും ജീവിത വിശുദ്ധിയും നമ്മുടെ വാക്കുകളോടുകൂടി ചേരുമ്പോൾ നമ്മുടെ വാക്കുകളും വചനമായി മാറും. അതിന് സുഖപ്പെടുത്താനുള്ള, ജീവൻ തിരിച്ചു നൽകാനുള്ള, ഉന്മേഷം നൽകാനുള്ള ശക്തി അപ്പോൾ നമ്മുടെ വചനമായ ആ വാക്കുകൾക്കും ഉണ്ടാകും. അർത്ഥമില്ലാത്തതും ആഭാസമായതും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതും മുറിപ്പെടുത്തുന്നതുമായ നമ്മുടെ വാക്കുകളെ ഇനിയുള്ള കാലം നമ്മൾ കുറച്ച് ദൈവിക ജീവനും പ്രാർത്ഥനയുടെ പിൻബലവുമുള്ള വചനങ്ങൾ നമുക്ക് കൂടുതലായി പറഞ്ഞ് വചനമായ ഈശോയെ ഈ ക്രിസ്തുമസിനെ സ്വീകരിക്കാൻ നമുക്ക് ഹൃദയം കൊണ്ടൊരുങ്ങാം. ആമേൻ.